ഞാനിന്ന് നഴ്സറിയിൽ നിന്ന് 2 പ്ലാന്റ് വാങ്ങിച്ചിട്ടാണ്. ചെറിയ പ്ലാന്റുകളാണ്. ഒന്ന് മെലസ്റ്റോമയും ഒന്ന് അരയിലയുടെ പ്ലാന്റുമാണ് വാങ്ങിച്ചത്. മെലസ്റ്റോമയ്ക്ക് 40 രൂപയാണ് ചെറിയ കവറിലുള്ളത്. അരയിലേക്ക് 30 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നു വരുന്ന ആ ഒരു ഓരോ ഘട്ടത്തിലും നമുക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ചെറിയ പ്ലാന്റ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ റേറ്റും വളരെ കുറവായിരിക്കുമല്ലോ. വലിയ പ്ലാന്റ് ആകുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും. വലിയ ചട്ടികൾ വേണം നമുക്ക് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് സൗകര്യം നോക്കി ഇതാണ് വാങ്ങിച്ചത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മണ്ണുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ചട്ടികളിൽ മണ്ണിരിക്കുന്നുണ്ടായിരുന്നു. പഴയത് ചെടി ഉണങ്ങിപ്പോയി, അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നിരുന്ന മണ്ണാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് അതിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് നടുകയാണ് കേട്ടോ. ഒരു തവണ പരീക്ഷിച്ചിട്ട് വിജയിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിടിച്ച് കിട്ടണമെന്നുള്ള വലിയ ആഗ്രഹവുമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതിൻ്റെ അടിയിലത്തെ വേരൊന്നും അധികം പൊട്ടിച്ചൊന്നും കളഞ്ഞില്ല കേട്ടോ. മണ്ണും ഇളക്കി മാറ്റിയിട്ടില്ല. ചെറിയ കവറല്ലേ, ചെറിയ തയ്യുമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിലിരിക്കുന്ന മണ്ണ് ഉപയോഗിക്കാതെ എന്ന് പറഞ്ഞാൽ കാന്താരിമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉണങ്ങിപ്പോയിട്ട് കാന്താരിയൊക്കെ കഴിഞ്ഞ് അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ കുറച്ച് നാളായിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് പാറ്റയുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ കളഞ്ഞ് കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടാണ് പിന്നെ ഇതുമായിട്ട് മിക്സ് ചെയ്തത് കേട്ടോ. നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഞാനിപ്പോൾ അത് നല്ല വെയിലുള്ള സ്ഥലത്തേക്കൊന്നും വെക്കുന്നില്ല, തണലത്താണ് കേട്ടോ വയ്ക്കണത്. മണ്ണും വളങ്ങളെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മറിച്ച് അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞ് പഴയ വേരും വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇത് പുതിയത് നടുന്നത്. അപ്പോൾ നമുക്ക് ഈ ചകിരിച്ചോറൊന്നും ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വേരോട്ടം ഉണ്ടാകാനായിട്ട്, ഉപയോഗിച്ച മണ്ണല്ലേ, അപ്പോൾ വേരോട്ടം ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ വളർച്ചയ്ക്കും അത് നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് നല്ലപോലെ ഉടച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് ചട്ടിയുടെ അകത്ത് ഞാൻ ഇത് ഇട്ട് കൊടുത്തു. ഓടിൻ കഷ്ണവും കല്ലും കഷ്ണവും ഒക്കെ ഇട്ട് കൊടുത്തു, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് 3/4 ഭാഗത്തോളം നിറച്ച ശേഷം ഈ കവറിലുള്ള പ്ലാന്റ് അങ്ങനെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അത് സൂക്ഷിച്ച് അതിൻ്റെ ചെറിയ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുത്ത രണ്ടും. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും മണ്ണിട്ട് ഉറപ്പിച്ച് കുറച്ച് നന്നായിട്ട് നനയ്ക്കുകയും ചെയ്തിട്ടാണ്. കാരണം ഇനിയിപ്പം നല്ല വെയിലാണെങ്കിൽ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ.